ഞാൻ പറഞ്ഞാലൊന്നും അങ്ങനെ കേൾക്കണ വയറല്ലട്ടെ എൻ്റെ. വിശപ്പ് വന്നു കഴിഞ്ഞാൽ അത് തിന്ന് തീർക്കണം. മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക വിശപ്പുണ്ടാവും, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമാണെന്ന് പറയാൻ പോണത്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടശങ്കടവിൽ നിൽക്കുന്ന സമയത്ത് നല്ല മഴ. അപ്പോൾ ഒരു കടയിൽ കയറി നിന്നിട്ടാ, നല്ല കിടിലം മഴ കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി ക്ലൈമറ്റും പ്രത്യേക ഒരു കാറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളെ മഴക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വൈബ് തന്നെയല്ലേ. പെട്ടെന്നാണ് എനിക്കൊരു വിശപ്പ് വരാൻ തുടങ്ങിയത്. എന്താണെന്നൊരു പിടുത്തം കിട്ടല്ലേ. പിന്നെ എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായിട്ടോ. ഇവനാണ് കാരണം. ഈ കാണുന്ന ഹോട്ടലുണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് വിശപ്പ് വന്നു തുടങ്ങിയത്. ഞാൻ പറഞ്ഞാലൊന്നും അങ്ങനെ കേൾക്കണ വയറല്ലട്ടെ എൻ്റെ. വിശപ്പ് വന്നു കഴിഞ്ഞാൽ അത് തിന്ന് തീർക്കണം. അപ്പോൾ ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് അവിടെ ചപ്പാത്തി മുട്ടക്കറിയുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ആവണല്ലോ, അതുകൊണ്ട് കഴിച്ചില്ലായി. ഇപ്പം എന്തായാലും നമുക്കൊരു 10-100 രൂപയുടെ ഉള്ളിൽ ചിലവായിട്ടുള്ളൂ. ഒരു 2 ചപ്പാത്തി മുട്ടക്കറി കിടിലൻ സാധനം കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ് മുട്ടക്കറി. അപ്പം നല്ല പുറത്ത് മഴയും നമ്മളാ മുട്ടയും കറിയും ഒക്കെ കൂടി ആസ്വദിച്ചൊരു കഴിക്കൽ. ഇപ്പം എന്തായാലും കഴിച്ച സംഭവം റാത്തായിട്ട് ഇറങ്ങിയിട്ടാ. ഇപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു തരി മഴ അല്ല. ഇപ്പം എന്തായാലും നമ്മളെ കയ്യിലെ കാശ് കളയാൻ വേണ്ടിയിട്ട് ഒരു മഴ പെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം എന്തായാലും പോട്ടെ, അടുത്തതിലാണോ.